സംസ്ഥാന പാർട്ടിയിൽ നിന്നും ദേശീയ പാർട്ടി എന്ന ക്രെഡിറ്റിലേക്കുള്ള അതിവേഗ വളർച്ചയിലായിരുന്നു ആം ആദ്മി എന്ന പാർട്ടി. അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ അവരുടെ മുഖ്യമന്ത്രി തന്നെ, പ്രധാന തല തന്നെ അഴിക്കുള്ളിലായത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അധികാരത്തിലിരിക്കെ രാജ്യത്തൊരു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത്. അഴിമതിക്കെതിരെ ചൂലുമെടുത്ത് പൊരുതാനായി ഇറങ്ങിയവർ, മുന്നിൽ നിന്ന് നയിക്കേണ്ടവർ, അവർ തന്നെയാണ് ഇപ്പോൾ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ പിടിയിലായിരിക്കുന്നത്. അതിൽ പരം നാണക്കേട് മറ്റൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഴിമതി കേസിൽ അടിവേര് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക നിലവിൽ പാർട്ടിക്ക് തന്നെയുണ്ട്. പ്രവർത്തകരെയും വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നതാണ് ഈ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഡൽഹിയിൽ വെച്ച് അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് എതിരാളികളെയൊക്കെ നിഷ്പ്രഭമാക്കി ഭരിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം തന്നെ ഇപ്പോൾ അഴിക്കുള്ളിലാകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇഡിയുടെ ഇടപെടൽ അത് എത്ര ശക്തമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പ്രകടമാവുകയാണ്. ആദ്യം വീണത് ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ, പിന്നെ സഞ്ജയ് സിംഗ്, ശേഷം ഹൈദരാബാദിൽ നിന്നും കെ കവിത, ഏറ്റവും ഒടുവിൽ ഇന്നലെ ദില്ലിയിൽ നിന്നും അരവിന്ദ് കെജ്രിവാളും മുഖ്യമന്ത്രി. കോടതിയിൽ ശക്തമായ വാദപ്രതിവാദമായിരുന്നു ഇന്ന് നടന്നത്. അറസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഇഡി കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കെതിരെയും ശക്തമായ വാദങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഈ വാദമുഖങ്ങളിൽ ഖണ്ഡിക്കാനായി എന്തൊക്കെ കെജ്രിവാളിന് സാധിച്ചു എന്നതാണ് പുറത്തിറങ്ങാൻ കഴിയുമോ, ഇനി അഴിക്കുള്ളിലായിരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം കുറിക്കുന്നത്. മദ്യനയ കേസ് എന്ന് പറയുന്നത് കേവലം 100 കോടിയല്ല, മറിച്ച് 600 കോടി രൂപയുടെ അഴിമതിയാണെന്നാണ് ഇഡി വാദിച്ചത്. ഇതിന്റെ കിങ് പിൻ എന്ന് പറയുന്നത് കെജ്രിവാൾ തന്നെയാണെന്നും ഇഡി പറയുന്നു. ഗുണഭോക്താവായി മാറിയിരിക്കുന്നതാകട്ടെ AAP ആയിരുന്നു. ഹവാല പണം ഉപയോഗിച്ചാണ് ഈ നീക്കങ്ങളൊക്കെ നടത്തിയതെന്നും ഇഡി കുറ്റപ്പെടുത്തുന്നു. PMLA പ്രകാരമുള്ള നടപടികൾ പാലിച്ചാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് ഇഡി പറയുന്നത്. മദ്യനയ രൂപീകരണത്തിനും ലൈസൻസ് അനുവദിക്കുന്നതിനും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ കോഴ വാങ്ങിയിട്ടുണ്ട്. നയത്തിനു വേണ്ടി രൂപീകരിച്ച സമിതി ഒരു നിഴൽ സമിതി മാത്രമായിരുന്നു. കെജ്രിവാൾ തന്നെയാണ് ഇതിനുള്ള എല്ലാ നേതൃത്വവും നൽകിയതെന്നും ഇഡി ആരോപിക്കുന്നു. കൂടാതെ അവിടെ മാത്രമല്ല, സൗത്ത് ഗ്രൂപ്പിന് വേണ്ടി വഴിവിട്ട ഇടപെടൽ പല രീതിയിലായി ഉണ്ടായി. അതിനുള്ള തെളിവുകളടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇഡി വാദിച്ചു. കെജ്രിവാളിന് മദ്യനയ രൂപീകരണത്തിൽ നേരിട്ട് പങ്കുള്ളതാണ്. കെ കവിതയ്ക്ക് വേണ്ടി പല സൗജന്യങ്ങളും നൽകിയിട്ടുണ്ട്. അതിനുള്ള തെളിവ് വാട്സപ്പ് ചാറ്റ് അടക്കം സമർത്ഥിച്ചിട്ടുണ്ട്. കെജ്രിവാളാണ് ഇതിന്റെ കിങ് പിന്നായി പ്രവർത്തിച്ചത്. ഒപ്പം മലയാളിയായ വിജയ് നായർ ഇടനിലക്കാരനായും നിന്നു. പഞ്ചാബ്, ഗോവ തിരഞ്ഞെടുപ്പുകൾക്ക് അഴിമതിയിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ചാണ് AAP പ്രചരണം നടത്തിയെന്നുള്ള കുറ്റപ്പെടുത്തലും ഇഡി മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ശക്തമായ ഒരു വാദമുഖം. ഇത് ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചു, ചിലവഴിച്ചു എന്നത് തെളിയിക്കാൻ ഇഡി സംഘത്തിന് കോടതിയിൽ സാധിച്ചാൽ അത് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലായിരുന്നു, അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ആയിരുന്നു എന്ന് സമർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്യ തലസ്ഥാനത്ത് നാടകീയ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇനിയും മുഖ്യമന്ത്രി സ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാൾ തുടരുമോ എന്ന ആശങ്ക പ്രധാന ചോദ്യമായി തന്നെ ഉയരുന്നുണ്ട്. രാജി ആവശ്യപ്പെടാനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ BJP ആരംഭിച്ചു തുടങ്ങി. കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ളൊരു നീക്കത്തിലേക്ക് കേന്ദ്രം തുനിയും. സംസ്ഥാന ഭരണ സംവിധാനം തകർന്നുവെന്ന് BJP ഉന്നയിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യം BJP കടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ കോടതി ഉത്തരവിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനാണ് BJPയും തയ്യാറെടുക്കുന്നത്. എന്നാൽ കെജ്രിവാൾ പോയാൽ പകരം ആരെന്നത് വലിയൊരു ചോദ്യമാണ്. കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുമായി ആം ആദ്മി നേതാക്കൾ ചർച്ച നടത്തിയിട്ടുണ്ട്. നിലപാടെന്ത് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഒരു ഭാഗത്ത് തീരുമാനമുണ്ട്. മറുഭാഗത്ത് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭഗവന്ത് മാനിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ മന്ത്രിമാരായിട്ടുള്ള നിരവധി ആളുകളുടെ പേരും ഇങ്ങനെ ഊഹാപോഹങ്ങളായി, അഭ്യൂഹങ്ങളായി ഉയർന്നു കേൾക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ അടുത്ത ചോദ്യം ഇനി ആര് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി അകത്തു പോകുമെന്ന ഒരു വലിയ വിമർശനവുമായി BJP നേതാവ് PC ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത്. പിണറായി വിജയനാണ് ഏറ്റവും വലിയ നെഞ്ചെടുപ്പ് ഇപ്പോൾ കെജ്രിവാൾ അകത്തു പോയപ്പോൾ ഉണ്ടായതെന്നാണ് PC പറയുന്നത്. വൈകാതെ പിണറായിക്കും കെജ്രിവാളിന്റെ ഗതി തന്നെ വരുമെന്നും 2029 കേരളത്തിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നുമാണ് PC പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിലാണ്. 7 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ട് ഹാജരാകാതിരുന്നാൽ അറസ്റ്റ് ചെയ്യുകയല്ലാതെ ഉമ്മ വയ്ക്കണമെന്നാണ് PC ചോദിക്കുന്നത്. മോഷ്ടിക്കുമ്പോഴും പിടിച്ചുപറിക്കുമ്പോഴും ഓർക്കണമായിരുന്നു ഇങ്ങനെ അകത്തു പോകുമെന്ന കാര്യം. കെജ്രിവാൾ അകത്തു പോയപ്പോൾ ഏറ്റവും വലിയ നെഞ്ചെടുപ്പ് പിണറായിക്കുണ്ടായതിൻ്റെ കാരണം അത് മനസ്സിലാക്കണം. പിണറായി വിജയൻ പേടിച്ചിരിക്കുന്നെന്നും ഉടൻ തന്നെ പിണറായിക്കും കെജ്രിവാളിന്റെ ഗതി തന്നെ സംഭവിക്കുമെന്നുമാണ് PC ജോർജും ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. ഇങ്ങനെ കേരള രാഷ്ട്രീയത്തെയും പിടിച്ചുകുലുക്കുന്ന ഒരു സംഭവമായി ഡൽഹി മദ്യനയ കേസ് മാറുന്നു.